ഒന്ന് ലൈറ്റ് അടിച്ചു തരുമോ? ഒന്ന് ലൈറ്റ് അടിച്ചു തരുമോ? ഞാൻ പൊക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇതിന്റെ പൈപ്പാണ് പ്രിന്റ് ഉണ്ട്. ഇതെന്താ ഇവിടെ വാങ്ങാന്ന്? വീട് വിളിച്ചപ്പോൾ ലേറ്ററിന്റെ ടാങ്ക് വിളിച്ചില്ലേ? അവശിഷ്ടങ്ങളുണ്ട്. പേപ്പർ ന്യൂസ് നല്ല വലിയ ഗുരുതരായ ഒരു പ്രശ്നമാണ്. എൻ്റെ മകളെ ഈസ്റ്റ് സ്കൂളാണ്. എൻ്റെ മകൾ ഈസ്റ്റ് സ്കൂളിലാണേ. അവൾക്ക് ഡെങ്കിപ്പനി. അപ്പോൾ ഈ പരിസരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അവനവിടെ കുഴിയിരിക്കുന്നതല്ലേ?
ദൈവമൊന്നല്ല, ഇത് ഒരാഴ്ച കഴിയുമ്പോഴേക്കേ ആവുള്ളൂ. അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടെ ഈ സെപ്റ്റി ടാങ്ക് ഉണ്ടല്ലോ, മാഷാദൊക്കെ കൈകാര്യം ചെയ്തേ. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു നമുക്കത് പിന്നീട് ഈ വേസ്റ്റ് എത്ര മാഷ അവിടെ ഈ വേസ്റ്റ് എത്ര നാൾ കഴിയുമ്പോഴേ ഇവിടെ വെള്ളത്തിന്റെ ശല്യം ഉണ്ടോ? മഴ പെയ്യുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊന്നും കുഴപ്പമൊന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡൊന്നും കാണില്ല. ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് തോടാന്ന് വിചാരിക്കും. എല്ലാ സ്ഥലം അയ്യാ ഇത് വരുന്ന സ്ലാബ് ഇട്ടേക്കുന്നുണ്ടല്ലോ, അതിനകത്തൊക്കെ മുഴുവൻ ചളി വേസ്റ്റ് വന്ന് അടങ്ങിയിരിക്കുക. ഒന്നും തെർമോകൾ വന്നിട്ട് അടങ്ങിയിരിക്കുക. ആ സാധനം ഒരു മാറ്റമില്ല, ഒന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. കുട്ടികൾക്ക് വരാൻ ഒന്നും പറ്റില്ല, ആർക്കും വരാൻ പറ്റില്ല. ഈ സംഭവം അധികാരികളെ അറിയിക്കാറുണ്ട് മുനിസിപ്പാലിറ്റി? ഞാൻ പല പ്രാവശ്യവും ഇവിടുത്തെ കൗൺസിലറുണ്ടല്ലോ, അവർ പല പ്രാവശ്യവും പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിക്കും, എന്നോട് എന്തെങ്കിലും തീരുമാനം എടുക്കാനായിരിക്കും. ഞാൻ എന്ത് തീരുമാനം എടുക്കാൻ? അവരുടെ പണിയല്ലേ, നമ്മുടെ നിങ്ങളെന്താ അഭിപ്രായം പറയാം? നമ്മൾ എനിക്കൊരു അഭിപ്രായം പറയാനില്ല, അത് പോകണം. അതിൽ കൂടുതൽ അഭിപ്രായം ഇല്ലല്ലോ. അത് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ധാരാളം വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് കൊതുകിന്റെ ശല്യം ഉണ്ടോ? ഒതുക്ക് പകൽ പോലും ഇപ്പോൾ സാറിന് 5 മിനിറ്റ് ഇരുന്നാലും ഇവിടെ കൊതുക് കടിച്ചിരിക്കും. ഉറപ്പാണ് കൊതുക്. അതുപോലെ തന്നെ അപ്പോൾ ആ സ്കൂളിലൊക്കെ അവിടെ നോക്കാൻ അറിയാൻ പറ്റും. അവിടെ കുട്ടികൾക്കൊക്കെ അധ്യാപകർ ഇത് ബാധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് കുട്ടികളോടും ചോദിക്കാനില്ലേ? ഏതായാലും അവരോടും കൂടെ ചോദിക്കേ. ഉറപ്പാണ് അവർക്കും കൊതുക് കടിച്ചിരിക്കും. ഈ ഹൈവേയുടെ സർവീസ് റോഡ് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ അടഞ്ഞത്. അതന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അറിയിച്ചിരുന്നു ഈ സംഭവം. AMC പറഞ്ഞിട്ട് ആദ്യം വന്ന് ഒരു തവണ ബഹളമൊക്കെ ഉണ്ടാക്കി തടഞ്ഞ് ആ ചന്ദ്രനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പാട് ചെന്ന് അവിടെ നിന്ന് കുട്ടികളൊക്കെ പാട് കൂടി വന്ന് തടഞ്ഞിട്ടാണ് അവർ റോഡൊന്ന് തുറന്നേ. ഇല്ലെങ്കിൽ ഈ വർഷക്കാലത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല. ഒരാൾ പോവില്ല. പൊതികളൊക്കെ എടുക്കുന്നില്ല, വേസ്റ്റ് ആളുകൾ രാത്രി കൊണ്ടുവന്ന് ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ ഇടും. ഈ റോഡിലിടും. ഇവിടെ ആൾ സഞ്ചാരം 8 മണിക്ക് ശേഷം ഉണ്ടാവില്ല. ഒരു 8-8 വരെ ഞാനൊക്കെ ഉണ്ടാവും. 8 നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെയൊക്കെ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അത് മഴയാണ് പെയ്താൽ ഇതിനകത്താ ചെല്ലും. തുറന്നിട്ടും കാര്യമില്ല. ഈ സാധനം സ്ലാബ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ചെയ്താലും കാര്യമില്ല. അതിനകത്ത് എന്നിട്ട് ഈ സാധനം അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മുകളിൽ തന്നെ ദ്രവിക്കില്ല സാധനം. ഇത് ഈ വെള്ളക്കൊട്ടും ധാരാളം ഉള്ളതുകൊണ്ടാണ് ആ പോസ്റ്റ് ദ്രവിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് മാറ്റി അതല്ല, അത് മരത്തിന്റെ എല്ലാം വർഷങ്ങൾ എത്രയുണ്ട്. ഇപ്പൊ ഒരു മരത്തിന്റെ ഒരു പോസ്റ്റുള്ള സ്ഥലം ചാലക്കുടി ഇവിടെ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു, അല്ലേ? പല പ്രാവശ്യവും ഒരാൾ എൻ്റെ ആ പേരിൽ പൈസ പോലും മാറ്റിപ്പോയി. ഞാൻ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ പരാതി എഴുതിപ്പോട്ടെ എൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പരാതി ചെയ്ത് ഈ ഉദ്യോഗസ്ഥൻ വന്ന് മാറ്റാന്ന് പറഞ്ഞ് പൈസ പോയി. ഉദ്യോഗസ്ഥ അതിലിതാ
ഞാൻ പരാതി കൊടുക്കേണ്ട ഇത് വെച്ചിട്ടുണ്ടോ? ഞാൻ എന്നിട്ട് ഈ സാധനം പരാതി കൊടുക്കേണ്ട ഇത് എടുത്തു വെച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞു ഞാൻ അന്ന് വരാമെന്ന് പറഞ്ഞു. ഇന്നേ ദിവസം വരെ. എത്ര സമയമായി പരാതി കൊടുത്തിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ. ഈ പോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം. എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം. ഈ സ്കൂളിൽ 1000 കുട്ടികൾ പഠിക്കുന്നതല്ലേ? പിന്നെ കുട്ടികൾ ധാരാളം കുട്ടികളുണ്ട്. ഇതിലേ പോവും, ഏത് സമയത്തും വീഴാം. എനിക്ക് വരുന്നതിന് എനിക്ക് ശല്യം വേറെ ഉണ്ട്. നമ്മുടെ ശല്യം മാത്രം നമ്മൾ ചെറുതാണല്ലോ. നമ്മുടെ ശല്യത്തെ ചെറുതായിട്ട് കണക്കാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ളതാണ്. കുട്ടികൾ യാത്രക്കാർക്ക് ഉറപ്പാണ്. അതെന്തെങ്കിലും കുട്ടികൾ അതിപ്പോൾ അങ്ങോട്ട് വീണാൽ അവർക്കും പറ്റാം. കുട്ടികൾ ഇപ്പോൾ സ്കൂൾ സമയത്ത് അങ്ങനെ ഒടിഞ്ഞു വീണെന്ന് വെച്ചാൽ ഉറപ്പാണ് പറ്റിയിട്ട്. എത്ര വട്ടം പറഞ്ഞാണ് ഞാൻ പേരിൽ പൈസ പോലും കൊടുത്തു. സാധനം നോക്കിയില്ല. പരാതി എഴുതി കൊടുത്തിട്ട് ഈ പരാതി ഞാൻ എടുത്ത് വെച്ചിരിക്കാം. ഞാൻ എൻ്റെ പേരിൽ ഞാൻ എഴുതി കൊടുത്തേക്കുന്ന പരാതിയായിരുന്നു. എന്നിട്ടും റെസ്പോണ്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു തൊഴിലാളികളില്ല ചേട്ടാ, പഴയ പോലെയൊന്നും അല്ല. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്ത് വഴിയും തരാം. എന്നുവെച്ചാൽ സംഗതി അപ്പോൾ ആർക്കായാലും പറ്റിയിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉടനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരു 3 മാസം ഉണ്ടായിരുന്നു. വന്ന് നോക്കിയതിന് ശേഷം ഇതുപോലും വന്നില്ല. അതിനുശേഷം ഒരാൾ വന്ന് അതിലൊരു ജോലിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് സാധനം വാങ്ങിച്ചിട്ട് പൈസ പോലും തന്നില്ല. എന്നോട് പറഞ്ഞു ഞാൻ നാളെ മാറ്റിയിടും എന്ന് പറഞ്ഞ് പോയേക്കും. ഈ 6 മാസത്തിനിടയ്ക്ക് കൊതുകിന്റെ ശല്യത്തിന് വേണ്ടി ഫോഗിങ് നടത്തിയിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഒരു മരുന്ന് കളിക്കുന്ന ഒരാൾ 2 ദിവസം മുമ്പ് ഇതിലേ പോയി ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു മരുന്ന് തെളിക്കാൻ പറ്റി ഒന്നും ചെയ്തില്ല. വെറുതെ അങ്ങ് പോയി. സ്പ്രേ ചെയ്തിട്ടില്ല. സ്പ്രേ ചെയ്യുന്നില്ല. കയ്യിൽ ആ മെഷീൻ ഇതുണ്ടല്ലോ, സ്പ്രേ കഴിച്ചിട്ടുണ്ട് അങ്ങ് പോവുക. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യില്ല. ഇതുവരെ ഒന്നും ചെയ്തിട്ട് ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറോട് പറഞ്ഞു. അവരുടെ പേരെന്താണ്? തങ്കമ്മ ആൻഡ്രൂസ്. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഇവിടെ ഈ വേസ്റ്റ് ഇടുന്നതിന് തീരുമാനമൊക്കെ. ഞാൻ പറഞ്ഞു മാഡം എൻ്റെ വീട് അന്നനാടാണ്. ഞാൻ ഇവിടെ വന്ന് രാത്രി 8:30 വരെ ഈ സാധനം ഇടുന്നെങ്കിൽ ഞാൻ കണ്ടെത്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നു. അതിന് ശേഷം വന്നിടുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞു നിങ്ങളതിനൊരു എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വീട് ഇവിടെ അടുത്തിറങ്ങിയില്ലേ, നമുക്ക് എൻ്റെ വീട് ഇവിടെ അടുത്തിറങ്ങിയിട്ടില്ല. ഈ ഇവിടെ ഞാൻ കാത്തു ഞാൻ ആരെ ഇടന്ന് പിടിച്ചിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ഒരു മുനിസിപ്പാലിറ്റി പോയി ഇതുകളൊക്കെ വാടക മറ്റുള്ള സാധനങ്ങളൊക്കെ കൂട്ടുക എന്നല്ലാണ്ട്, ചാർജുകളൊക്കെ കൂട്ടാന്നല്ലാണ്ട് അതൊന്നും ചെയ്യും. വെറുതെ കാശ് വാങ്ങിക്കാൻ മാത്രം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇത് പുല്ല് എത്താൻ വരും. ഈ ചെളി ഇങ്ങോട്ട് കോരിയിടും. തോട്ടിൽ നിന്നുള്ള കോരി ഇപ്പുറത്തേക്ക് മുകളിൽ കയറ്റിടും. പിന്നെ ഒരാഴ്ചക്ക് വരില്ല. അപ്പോഴേക്കും മഴ പെയ്ത സാധനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നാളെ ഞാൻ ആളോട് പറഞ്ഞു ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തോണ്ടൊരു കുഴപ്പമുണ്ടായിട്ടല്ലോ. അവർ പണിയെടുക്കുന്ന നമ്മൾ അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് പോകാണ്ട് തരില്ല. അപ്പൊ അവർ പോകുമ്പോൾ അപ്പൊ ആള് പറഞ്ഞു ഇതെന്താ പകുതി മതിയായിട്ട് ചെയ്യുന്നത്, ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഇതേ 2 ആൾ പണിത 2 ആൾ പണിതതിൻ്റെ ഉള്ളിൽ ഒരാളപ്പം തന്നെ അവിടെ ഈ ഇതുണ്ടല്ലോ ശവം അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഇത് ചെയ്യാനാ. അപ്പോൾ ആൾ ഇത് 2 കൊത്തി അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ആളില്ല. പൈസ വാങ്ങിക്കാൻ ഒരു പ്രശ്നമില്ല. നികുതി ഈ നികുതി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വാങ്ങിക്കും. ഒന്നും നോക്കില്ല. നിങ്ങളിത് മറ്റുള്ളവരെ പ്രതിപക്ഷ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനു മുമ്പ് നിന്നിരുന്ന അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നെയും വല്ലതൊക്കെ ചെയ്തിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഈ പുല്ല് കണ്ടു നോക്കി മറച്ചുണ്ട്. എത്ര പുല്ല്. അവിടെയൊക്കെ പാമ്പും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കുട്ടികളെ തന്നെയെങ്കിലും ഇതേ വിഷമം തന്നെ ആ കുട്ടികൾ തീർച്ചയായിട്ടും അവിടെ പകൽ ഉറപ്പാണ് കുട്ടികളെ കടിച്ചിരിക്കും. ടീച്ചർമാരോട് ചോദിച്ചു കഴിഞ്ഞോളൂ. ഉറപ്പാണ് കൊതുക് കടിക്കാനെങ്കിൽ പകൽ പോലും കടിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു 4 മണി കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള ഒരു കാലത്ത് ഒരു 10-15 മണിയാവും വരെ. പിന്നെ ഇതാ ഇവിടത്തെ ഇങ്ങനെ ക്യാമ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ കൊടുക്കുക കടിച്ചിരിക്കും. പിന്നെ കടിക്കും ഉറപ്പാണ്. അതുപോലെ